ജെഎൻയുവിൽ മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ വിവാദ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നു. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഉടൻ ഉണ്ടാകും. പുറത്താക്കൽ, ഡീബാർ ചെയ്യൽ തുടങ്ങിയ ശിക്ഷാ നടപടികളും പരിഗണനയിൽ. വിദ്യാർത്ഥികൾക്കെതിരെ കഴിഞ്ഞ ദിവസം സർവകലാശാലയുടെ പരാതിയിൽ കേസെടുത്തിരുന്നു. ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ കുട്ടികൾക്കെതിരെ സർവകലാശാല പരാതിയും നൽകിയിരുന്നല്ലോ. എന്തായിരുന്നു ഈ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമെതിരെ മുദ്രാവാക്യം വിളിക്കാനുണ്ടായ സാഹചര്യം? ഇതിൽ മലയാളികളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ? മോദി ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ക്യാമ്പസിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരേക്ക് ഉള്ള വിവാദമായ മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഈ സർവകലാശാലയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. തുടർന്ന് സർവകലാശാല അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. തുടർന്നാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ, അതായത് ഈ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടിയെടുക്കുവാൻ വേണ്ടി ഇപ്പോൾ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് സർവകലാശാല പുറത്തിറക്കിയേക്കും. ഒരുപക്ഷെ ആ ഉത്തരവ് ഇന്നോ നാളെയോ തന്നെ പുറത്തിറക്കിയേക്കുമെന്നാണ് ഇപ്പോൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനു പുറമെ ഈ സർവകലാശാല ഈ വിദ്യാർത്ഥികളെ അവർക്ക് ഈ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കുക, ഡീബാർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ഈ സർവകലാശാല പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണ വിധേയമായ ആദ്യഘട്ടത്തിൽ സസ്പെൻഷൻ ആയിരിക്കും ഉണ്ടാകുക. തുടർന്നായിരിക്കും മറ്റ് നടപടികളിലേക്ക് സർവകലാശാല കടക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സർവകലാശാല അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് എതിരെയാണ് ഈ നടപടി ഉണ്ടാകുക എന്ന കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തതയില്ല. കാരണം ഇത് അന്വേഷണ പരിധിയിലുള്ള വിഷയമാണ്. കാരണം കുറ്റക്കാരായി സർവകലാശാല ഏതൊക്കെ വിദ്യാർത്ഥികളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഏതായാലും ഈ വിഷയത്തിൽ സർവകലാശാല നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIRന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ബി ബാലഗോപാലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ജെഎൻയുവിൽ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമെതിരെ വിവാദ മുദ്രാവാക്യം വിളിയുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം.